സ്റ്റാർട്ടിങ് ഫ്രം ദീപിക പദുക്കോൺ ടു എവ്രി വൺ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത്. ഓൺലി തിങ് ഈസ് നമ്മളത് കെയർ ചെയ്യാതിരിക്കുക. അതിൻ്റെ എക്സ്റ്റെൻറ്റ് ആ ഒരു ഇത് കൂടത്തേ ഉള്ളൂ, അല്ലാണ്ട് കുറയാനായിട്ട് പോകുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം അത് അവിടെ നിലനിൽക്കും. സീൻ ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ സത്യം എന്നെ നോക്കുന്നത് ഇട്ടുന്ന ക്യാരക്ടറിൻ്റെ കണ്ണുകളിലൂടെ. സോ ഐ ക്യാൻ സീ. ഞാനപ്പം ഒരുപാട് പണം ഞാൻ കമലിനോട് പറയും, എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നത്, എന്നെ എന്താ പുള്ളി ഇങ്ങനെ നോക്കുന്നത്. നാക്കു തെലുഗു രാതു അതറിയാം. അത് ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങ് പറയാനായിട്ട് നമുക്ക് അറിയില്ലല്ലോ. സെറ്റിലാണെങ്കിലും ആളുകൾ പറയും ഒക്കെ നിമിഷം അതിൽ 1 മിനിറ്റ്. അപ്പം അത് പറഞ്ഞു നമ്മൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് ഇപ്പം അവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സാരി എന്ന് പറയുന്ന മൂവി ഒരു വർക്ക്ഷോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റാമിൻ്റെ ലൈഫിനെ പറ്റിയുള്ള ഒരു ഫിലോസഫി ആൻഡ് എവ്രിതിങ് ഐ തിങ്ക് ഹി ഇൻഫ്ലുവൻസ് മീ എ ലോട്ട് ഇൻ ദാറ്റ് വേ. എനിക്ക് തന്മാത്രയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമാണ്. മൺചിത്രത്താഴിലെ ശോഭന മാമിൻ്റെ ക്യാരക്ടർ, ഉർവശി മാം ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും എനിക്കിഷ്ടമാണ്. നോർമലായിട്ട് ഡബ് സ്മാഷ് ചെയ്ത് പിന്നെ പെട്ടെന്ന് എല്ലാം ഒരു ഗ്രാജുവലായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ ഞാൻ റീൽസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലൊന്ന് റാം കാണുന്നു, പിന്നെ എന്നെ വിളിക്കുന്നു. എനിക്ക് മോഡലിംഗ് ഒരിക്കലും ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തിട്ടില്ല. വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് റാം ആ ഒരു ടൈമിലാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ആനുവൽ ഫോട്ടോഷൂട്ട്, ഐ വിൽ സേ ദാറ്റ് വാസ് ആക്ച്വലി അതാണ് ശരിക്കും ഞാൻ മോഡലിംഗ് ആയി ചെയ്തൊരു ഫോട്ടോഷൂട്ട് എന്ന് പറയാം. റീൽസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലൊന്ന് റാം കാണുന്നു, പിന്നെ എന്നെ വിളിക്കുന്നു. എന്തോ എവിടെയോ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡെസ്റ്റിനി, ലക്ക് എന്നൊക്കെ പറയത്തില്ലേ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഒറ്റ ഫ്രെയിം കൊണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ടൊക്കെ ജീവിതം മാറി മറിയുന്ന ആൾക്കാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഒറ്റ റീൽ കൊണ്ട് മാറി മറിഞ്ഞ ജീവിതം എന്നൊക്കെ പറയാവുന്ന ഒരാളാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സാരിയിലെ നായിക ആരാധ്യ ദേവി. ആരാധ്യ, വെൽക്കം ടു ദ ഷോ. അവസാനം സിനിമ റിലീസാവുകയാണ്. ഇപ്പൊ തോന്നുന്ന ഇമോഷൻസ് എന്തൊക്കെയാ? ഒരുപാട് ഹാപ്പിയാണ്. കാരണം ആദ്യമായിട്ടല്ലേ, എല്ലാം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഐ ആം ഓവർ ദ മൂൺ. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് റീലുകളൊക്കെ ഭയങ്കര ആരാധ്യയുടെ വളരെ പോപ്പുലറായ റീൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ റീലിൽ ചെയ്യുന്നതും സിനിമ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയാ? ഐ തിങ്ക് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ. റീൽ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു 30 സെക്കൻഡിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ആൻ ഇമോഷൻ. ഒരു ഇമോഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല അവിടെ. നമ്മളൊന്നും ഫീൽ ചെയ്തിട്ട് എനാക്ട് ചെയ്യുന്നില്ല റീലുകളിൽ. പക്ഷേ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയിൽ നമ്മളൊരു ക്യാരക്ടർ പോർട്രേ ചെയ്യുന്നു. സോ അവിടെ അതാണ് വ്യത്യാസം. ഓക്കെ. ഇപ്പൊ റീലിൽ ഇപ്പൊ എന്തായാലും ഒരു ആക്ടിങ് ആണല്ലോ, നമ്മുടെ കണ്ണ് അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിനനുസരിച്ച് മാറും. അപ്പൊ അത് ഈ മൂവിയിലേക്ക് വരുമ്പോൾ ഇന്റൻസ് ഇമോഷൻസ് ഒക്കെ പോർട്രേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് റീൽസിൽ നിന്നല്ല എനിക്ക് ആ ഒരു ഇത് കിട്ടിയത്. ഞാൻ 8, 9, 10th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആക്ടിങ് ചെയ്യുമായിരുന്നു, ഡ്രാമയിൽ. സോ എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ്, അവിടുത്തെ ഒരു വർക്ക്ഷോപ്പാണ് ഒരു പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സിനിമ ഒരു ലെജൻഡിന്റെ കൂടെയാണ്. ഇന്ത്യൻ സിനിമയിൽ വേറൊരു രാം ഗോപാൽ വർമ്മ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്തായാലും നല്ല എക്സ്പീരിയൻസസ് ആയിരിക്കും, ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ ഇങ്ങനെ ബ്രീഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ബ്രീഫ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാരി എന്ന് പറയുന്ന മൂവി ഒരു വർക്ക്ഷോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആദ്യത്തെ ഒരു ന്യൂ കമർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പോഷർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി. മാത്രമല്ല റാമിൻ്റെ ലൈഫിനെ പറ്റിയുള്ള ഒരു ഫിലോസഫി ആൻഡ് എവ്രിതിങ്, ഐ തിങ്ക് ഹി ഇൻഫ്ലുവൻസ് മീ എ ലോട്ട് ഇൻ ദാറ്റ് വേ. Not about him, also my director Girikrishna Kamal and the whole crew and my co-actor Satya. He's an amazing actor. I am so happy ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ വർക്ക് ചെയ്തത് ഒരു തെലുഗു ഇൻഡസ്ട്രിയിലാണ്. നമ്മൾ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ന്യൂ ലാംഗ്വേജ് എല്ലാം ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എല്ലാം പുതിയതായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കാൻ നിന്നതും അതായിരുന്നു. ഇപ്പൊ തെലുഗു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫെമിലിയർ ആയ ഒരു ലാംഗ്വേജ് അല്ലേ. ഇപ്പൊ തമിഴൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. തെലുഗു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊന്നും അത്രയൊന്നും ഫെമിലിയർ അല്ലാത്ത, നമ്മൾ ഒട്ടും യൂസ് ചെയ്യാത്തൊരു ലാംഗ്വേജ്. ഇപ്പൊ ആക്ടേഴ്സും ബാക്കി പ്രൊഡക്ഷൻ ടീമും ഒക്കെ ആ നാട്ടുകാരാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ആരാധ്യ അവിടെ മാനേജ് ചെയ്തത്?
ആദ്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഹൈദരാബാദിൽ എല്ലാവർക്കും ഹിന്ദി അറിയാം, പിന്നെ ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കും, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ വേർഡ്സിന്, അതായത് തമിഴിലും മലയാളത്തിലും നമുക്ക് ഒരുപക്ഷെ എല്ലാ വേർഡ്സും സിമിലർ ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ തെലുങ്കിലും കുറച്ച് വേർഡ്സ് ഉണ്ട് നമുക്ക്, ലൈക്ക് മുഖത്തിന് മുഖം തന്നെയാണ് പറയുന്നത്. അപ്പം സംസാരിച്ച് അവർ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുമല്ലോ. അപ്പം സെറ്റിലാണെങ്കിലും ആളുകൾ പറയും ഒക്കെ നിമിഷം മതലബ് 1 മിനിറ്റ്. അപ്പം അത് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഇപ്പം അവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സംസാരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ക്യാരക്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ അതിലെ ഒരു ഇമോഷൻസ് ഭയങ്കര ഡീപ്പാണ്. എൻ്റെ ടീസറും പുറത്ത് വന്ന ഭാഗങ്ങൾ ഭയങ്കര ഇൻറ്റൻസ് ഇമോഷൻസ് ആണ്. അതിനെക്കുറിച്ചൊന്ന് ഡീപ്പായി പറയാൻ പറഞ്ഞാൽ എന്താ? ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് ആരാധ്യ എന്ന് തന്നെയാണ്. സോ ഷീ ഈസ് വെരി ടോക്കറ്റീവ് ഗേൾ. ആരുമായിട്ടും പെട്ടെന്ന്, അതായത് വളരെ യങ് ആയിട്ടുള്ള ഒരു ഗേളാണ്. സോ പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ വെച്ച് ആരുമായിട്ടും സംസാരിക്കും, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു ഗേളാണ്. സോ പുള്ളിക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു കഥ കിട്ടു എന്ന് പറയുന്ന ആൻറ്റഗോണിസ്റ്റിൻ്റെ കണ്ണുകളിലൂടെയാണ് നമ്മൾ ഈ കഥ കാണുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി അബൌട്ട്, എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഐ തിങ്ക് ദിസ് ഈസ് എ മൂവി. നമുക്ക് കാരണം എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളുടെ ലൈഫിലും അറ്റ് സം പോയിന്റ് സം കൈൻഡ് ഓഫ് സ്റ്റോക്കിംഗ് ആയിക്കോട്ടെ, എന്തും ഒരു കൈൻഡ് ഓഫ് ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ അതിൻ്റെ ഡിഗ്രീസ്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു ഫെൽ സംബഡീസ് അറ്റൻഷൻ ക്രോസിങ് ഫ്രം ദാറ്റ് ലൈൻ ഓഫ് അഡ്മിറേഷൻ ടു ദാറ്റ് ഒബ്സഷൻ, ഐ തിങ്ക് ദെൻ ഇറ്റ് വിൽ സ്ട്രൈക്ക് ദാറ്റ് ഓഡിയൻസ്. ഐ തിങ്ക് ഇപ്പോൾ ആരാധ്യ പറഞ്ഞ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നോയിങ്ലി ഓർ അൺനോയിങ്ലി ഒരുപാട് സൈബർ ബുള്ളിങ്ങും നേരിട്ടിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഇപ്പോൾ ഈ ബുള്ളീസ് ആവട്ടെ ഒരു കാര്യമില്ലാണ്ടാണ്, ലൈക്ക് യു ആർ ഡൂയിങ് എ പ്രൊഫഷൻ അല്ലെങ്കിൽ പാഷൻ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഒരു കാര്യമില്ലാണ്ടാണ് വന്ന് സ്റ്റോക്ക് ചെയ്യുന്നതും വളരെ വൾഗറായിട്ട് കമൻറ്റ് പറയുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മൂവിയിലൊക്കെ ഇപ്പോൾ ആ പാഷൻ ഒരു അടുത്ത സ്റ്റേജിലെത്തി ആരാധ്യ. ഈ സമയത്ത് അതിനെ നോക്കിക്കാണാൻ ഇപ്പം ഞാനും ആരാധ്യ സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും സൈബർ സ്റ്റോക്കിങ്ങിൻ്റെ എന്തെങ്കിലും കഥ പറയാനുണ്ടാവും. എന്നെ സ്റ്റോക്ക് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. എല്ലാ ഗേൾസും നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു കഥ ഉണ്ടാവും. ഇപ്പോൾ ഒരു ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ പാഷനെ ഫോളോ ചെയ്തെടുത്ത സ്റ്റെപ്പിലെത്തിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഐ ആം എ നോബഡി. സ്റ്റാർട്ടിങ് ഫ്രം ദീപിക പദുക്കോൺ ടു എവ്രിവൺ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത്. അപ്പം നമുക്കിതിനൊരു എൻഡെന്ന് പറയാനായിട്ടൊന്നുമില്ല. ഓൺലി തിങ് ഈസ് നമ്മളത് കെയർ ചെയ്യാതിരിക്കുക, അല്ലാതെ ബിക്കോസ് ദിസ് വിൽ കീപ്പ് ഓൺ ഗോയിങ്. ഇനിയും അതിൻ്റെ എക്സ്റ്റെൻറ്റ് ആ ഒരു ഇത് കൂടത്തേ ഉള്ളൂ, അല്ലാണ്ട് കുറയാനായിട്ട് പോകുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം അത് അവിടെ നിലനിൽക്കും. സോ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വെൻ. നമ്മൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം, അതായത് ഇതെന്നെ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ആഫ്റ്റർ ആക്ടിങ് ഇൻ എ മൂവി ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ള പെർസെപ്ഷൻ. ഞാനിപ്പം മെച്ചുവേർഡായി എന്നൊന്നും പറയുന്നില്ല, അപ്പോഴും ഇമ്മച്ചുവറാണ്, ഇപ്പോഴും ആണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സുകൾ ചെയ്യുന്നു, പിന്നെ അത് നമ്മൾ മനസ്സിലാക്കുന്നു, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ചിന്താഗതി എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്താ പറയുക, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സാധാരണ പെൺകുട്ടിന്ന് ഇവിടെയുള്ള റീലൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ സുന്ദരിയായ ഒരു പെൺകുട്ടിന്ന് തെലുങ്കും ഹിന്ദിയും ഒക്കെ പുഷ്പം പോലെ സംസാരിക്കുന്ന ആരാധ്യയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സ്വയം എങ്ങനെ നോക്കിക്കാണുന്നത്? തെലുഗു സംസാരിക്കാൻ അറിയത്തില്ല, ഹിന്ദി പിന്നെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടിരുന്നു തെലുഗു വളരെ റെപ്രൊക്കേറ്റീവ് ആയിട്ട് ആങ്കർ ചോദിക്കുന്നതിന് ഇങ്ങനെ വളരെ നാക്കു തെലുഗു രാതു അതറിയാം. അത് ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങ് പറയാനായിട്ട് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഹിന്ദി എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഹിന്ദിയോ മലയാളമോ ഓപ്റ്റ് ചെയ്യാമല്ലോ. അപ്പം അന്നേ ഓപ്റ്റ് ചെയ്ത് ഹിന്ദിയാണ്. അപ്പം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ലാംഗ്വേജ് വൈസ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ റാം ആയാലും ഡയറക്ടർ ആയാലും എൻ്റെ കോസ്റ്റാർ ആയാലും അവർക്ക് നല്ലോണം ഹിന്ദി അറിയാം. സോ അവർ ചിലപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും വേർഡ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെനിക്ക് കറക്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? സിനിമയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണോ? മോഡലിംഗ് കരിയർ വൈസ് പ്ലാൻസ് എന്തൊക്കെയാണ്? മോഡലിംഗ് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, പക്ഷേ ഐ ലവ് മോഡലിംഗ്. ടു ബി വെരി ഓണസ്റ്റ്, ഐ ഡോണ്ട് നോ. എനിക്ക് മോഡലിംഗ് ഒരിക്കലും ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തിട്ടില്ല. വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് റാം ആ ഒരു ടൈമിലാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ആനുവൽ ഫോട്ടോഷൂട്ട്, ഐ വിൽ സേ ദാറ്റ് വാസ് ആക്ച്വലി അതാണ് ശരിക്കും ഞാൻ മോഡലിംഗ് ആയി ചെയ്തൊരു ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ. ബാക്കി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത എല്ലാം തന്നെ എൻ്റെ മൂവിയിലെ സോങ്സിലെയും
ഓരോരോ സീൻസിലെ പിക്ചേഴ്സാണ് അത്. സോ മോഡലിംഗ് ഒരിക്കലും ഓപ്റ്റ് ചെയ്തിട്ട് വന്നതല്ല. ആ ഒരു ടൈമിൽ നോർമലായിട്ട് ഡബ് സ്മാഷ് ചെയ്ത് പിന്നെ പെട്ടെന്ന് എല്ലാം ഒരു ഗ്രാജുവലായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ ഞാൻ റീൽസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലൊന്ന് റാം കാണുന്നു, പിന്നെ എന്നെ വിളിക്കുന്നു. സോ എല്ലാം ഒരു സ്ലോ ഫേസിലൂടെയാണ് കടന്നു പോയത്. അപ്പം മോഡലിംഗ് ഒരിക്കലും ആ ടൈമിൽ ഓപ്റ്റ് ചെയ്തില്ല. പക്ഷേ സിനിമയുടെ ഉണ്ടായിരുന്ന ആക്ടിങ്ങിനോടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം കൊണ്ടെല്ലാം എനിക്ക് തോന്നുന്നു എന്തോ എവിടെയോ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഡെസ്റ്റിനി, ലക്ക് എന്നൊക്കെ പറയത്തില്ലേ, ടാലൻറ്റ് ദാറ്റ് ഓഡിയൻസ് we have to see. ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം എന്നെ ആദ്യത്തെ മൂവിയാണ്. സോ ഐ ബിലീവ് ഐ ഡിഡ് ജസ്റ്റിസ് ടു ദാറ്റ് ബിക്കോസ് I did a lot of scenes and everything with a lot of conviction because this movie once എനിക്ക് സിനോപ്സിസ് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമായിട്ട് ഒരു ഡെബ്യൂ ക്യാരക്ടർ ഇത്രയും സ്ട്രോങ് ആയിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഫീമെയിൽ എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി തള്ളിക്കളയാനേ തോന്നിയില്ല. കാരണം ഈ മൂവി മുഴുവനായി സെൻറ്റർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ക്യാരക്ടറിനെയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഒരു ഡയറക്ടറും ഒരു ന്യൂ കമ്മറിനെ ഇത്രയും ട്രസ്റ്റ് ചെയ്ത് എനിക്ക് ഐ ട്രസ്റ്റ് ദിസ് ഗേൾ ആൻഡ് ഈ ഒരു പെൺകുട്ടിയെ ചുറ്റിക്കൊണ്ട് ഒരു കഥ നിർമ്മിച്ച് ചെയ്യുക എന്നുള്ളത്. സോ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ്. മലയാളത്തിൽ ആരാധ്യയെ കാണാൻ പറ്റുമോ? അത് എനിക്കറിയില്ല. നല്ല കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ പറയാൻ പറഞ്ഞാൽ? ഇഷ്ടപ്പെട്ട മലയാളം സിനിമ ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് സിനിമകളെക്കാട്ടിലും ക്യാരക്ടറാണ്. എനിക്ക് ഓരോ സിനിമയിലെ ക്യാരക്ടേഴ്സാണ്. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്മാത്രയിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമാണ്. മൺചിത്രത്താഴിലെ ശോഭന മാമിൻ്റെ ക്യാരക്ടർ, ഉർവശി മാം ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും എനിക്കിഷ്ടമാണ്. സോ എനിക്ക് തോന്നുന്നു പെർട്ടിക്കുലർലി ക്യാരക്ടേഴ്സാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സോ ലൈക്ക് വി ഓൾവേസ് സേ എ പേഴ്സൺ ഈസ് ആക്ച്വലി എ കൾമിനേഷൻ ഓഫ് വാട്ട് ഹി ആക്ച്വലി see then he will actually apply that to his life. നമ്മൾ കാണുന്ന നമ്മൾ ഏത് ചുറ്റുപാടിലൂടെയാണ് നമ്മൾ വളർന്നിരിക്കുന്ന ആ സർക്കംസ്റ്റൻസിലൂടെയാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി, നമ്മളെല്ലാവരും. ആസ് എൻ ആക്ടർ ഒബ്സർവേഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബട്ട് ഐ റിയലി ബിലീവ് ആസ് ആൻ ആക്ടർ നമ്മളൊരു മൂവി കാണുകയാണെങ്കിൽ അതിൽ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിലും അതിൽ ബാക്ക് സൈഡിൽ നിൽക്കുന്ന ആൾ തൊട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ വരെയുള്ള ക്യാരക്ടർ ചെയ്യുന്ന മൈന്യൂട്ട് ആക്ഷൻസ് വി ഷുഡ് സീ. ദാറ്റ് ഈസ് ആക്ച്വലി ഒബ്സർവേഷൻ ഈസ് എ വെരി എസെൻഷ്യൽ തിങ് ഇഫ് യു ആർ എൻ ആക്ടർ. ബട്ട് ഞാനത് ഒട്ടും അപ്ലൈ ചെയ്യാത്ത ഒരു ആക്ടറാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് നമ്മൾ സത്യം നോക്കുവാണെങ്കിൽ ഹീസ് എ വെരി മെത്തേഡ് ആക്ടർ. അപ്പം സീൻ ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ സത്യം എന്നെ നോക്കുന്നത് കിട്ടുന്ന ക്യാരക്ടറിൻ്റെ കണ്ണുകളിലൂടെ. സോ ഐ ക്യാൻ സി. ഞാനപ്പം ഒരുപാട് പണം ഞാൻ കമലിനോട് പറയും, എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നത്, എന്നെ എന്താ പുള്ളി ഇങ്ങനെ നോക്കുന്നത്. അപ്പം മെത്തേഡ് ആക്ടേഴ്സിൻ്റെ ഒരു സ്റ്റൈല് വേറെയാണ്. ഇനി എന്നെ നോക്കുവാണെങ്കിൽ ക്യാമറാസ് എ റോൾ ആ ഒരു ടൈമിൽ ഐ എം എൻ ഇൻസ്റ്റിങ്ക്റ്റീവ് ആക്ടർ. എനിക്കത് അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. നമുക്ക് എന്താണ് കംഫർട്ടബിൾ, നമ്മുടെ മെത്തേഡ് എന്താണ്, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ? എനിക്ക് ഫീമെയിൽ ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഒരുപാട് ഇഷ്ടം. ഐ വോണ്ട് ടു ഡു എ ഫീമെയിൽ ഗാങ്സ്റ്റർ. നൈസ്. ഫീമെയിൽ ഗാങ്സ്റ്റർ റോൾ ആൻഡ് സംതിങ് ഡിഫറെൻറ്റ്. ഐ റിയലി വോണ്ട് ടു ഡു എ ഫീമെയിൽ ഗാങ്സ്റ്റർ റോൾ. ഓക്കെ. ആരുടെ കൂടെയെങ്കിലും വർക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇന്ന ആക്ടർ, ഇന്ന ഡയറക്ടർ? സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഐ എം ഓപ്പൺ ടു എനി കൈൻഡ്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എൻ്റെ പൊട്ടൻഷ്യലിനെ കുറച്ചും കൂടെയും എന്നെ പുഷ് ഫോർവേഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു ക്യാരക്ടർ ഐ തിങ്ക് ആദ്യത്തെ മൂവിയിൽ നിന്ന് തന്നെ എനിക്കൊരു വലിയൊരു എക്സ്പോഷർ ആക്ടിങ്ങിൻ്റെ ടേംസിൽ കിട്ടിയെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട്. സോ അങ്ങനെ എന്നെ മുന്നോട്ടേക്ക് വീണ്ടും പുഷ് ഫോർവേഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും സാരി വലിയൊരു സക്സസ് ആവട്ടെ. ലെറ്റ് യു സ്റ്റേ ഹിയർ ഫോർ എ വൈൽ. താങ്ക് യു. ഓൾ മൈ പ്രേയേഴ്സ്. താങ്ക് യു.